ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പനീർ ചില്ലിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പനീർ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ ഫേവറേറ്റ് ആയിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും ഇത് എന്തായാലും ഇഷ്ടാവും. പിന്നെ ഇത് സൈഡ് ഡിഷ് ആയിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് ഈ പനീർ ചില്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പനീർ ചില്ലി ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ ഇതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം വെള്ളം ചേർക്കേണ്ട, ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ആദ്യം തന്നെ മുഴുവനായി ചേർക്കേണ്ട, കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കട്ടിയുള്ള ബാറ്റർ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 200 ഗ്രാം പനീർ ക്യൂബ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പനീർ ക്യൂബ്സ് ബാറ്ററിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം പനീർ ക്യൂബ്സ് പൊട്ടാതെ നോക്കണം. അങ്ങനെ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പനീറൊക്കെ ബാറ്ററുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഈ പനീർ ക്യൂബ്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ സൈഡും ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ തന്നെ പനീറൊക്കെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ സോസൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പനീർ ചില്ലി ഉണ്ടാക്കുന്നത്. എല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ക്രിസ്പി പനീർ ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. ഞാൻ സെയിം പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി. സവാള കുറച്ചു നേരം വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുന്നതാണ് നല്ലത്. അതും കുരുവൊക്കെ മാറ്റിയിട്ട് വേണം ക്യാപ്സിക്കം എടുക്കേണ്ടത്. ഇത് നമുക്ക് അതുപോലെ തന്നെ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ചേർക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് ചതച്ചതാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയുണ്ട്, അത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളിയും ഇതുപോലെ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർക്കാം. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക്
മാറ്റം വരുത്താം. എരിവിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഇത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ, ചെറുതായിട്ട് കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലാക്കിയാൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് 3 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് വിനീഗർ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ അടുത്താണെങ്കിൽ വിനീഗർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗർ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം, അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഈ സോസ് ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പനീറും സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. പിന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. പിന്നെ പനീറിൻ്റെ ഏത് റെസിപ്പി ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൽ നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചതുകൊണ്ട് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിനീഗറും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പനീർ ചില്ലി റെഡിയായി. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്